സദ്ഗുരുശരണം. ജന്മശതാബ്ദി മഹാമഹോത്സവം അതൊരു ആഘോഷമല്ല, അതൊരു പരിപാടിയല്ല, അതൊരു നൂറ്റാണ്ടിന്റെ ഓർമ്മ പുതുക്കലുമല്ല. ഇത് കാലം കാത്തിരുന്ന ഒരു ദിവ്യോദയമാണ്. ഒരു നൂറ്റാണ്ടു മുമ്പ് ഭൂമിയിൽ ഇറങ്ങിയ ഒരു മഹാഗുരു തന്റെ ജീവിതം സ്വയം ജീവിക്കാനല്ല, മനുഷ്യരാശിയെ ഉണർത്താനായിരുന്നു സമർപ്പിച്ചത്. ഗുരുവിന്റെ ഓരോ ശ്വാസവും കരുണയായിരുന്നു, ഓരോ ചുവടും ത്യാഗമായിരുന്നു, ഓരോ വാക്കും മനുഷ്യനെ ദൈവീകതയിലേക്ക് ഉയർത്തുന്ന അമൃത സന്ദേശമായിരുന്നു. ജന്മശതാബ്ദി മഹോത്സവം ഗുരുവിനെ സ്മരിക്കാനുള്ള ഒരു ചടങ്ങല്ല, ലോകത്തിന് ഗുരുവിനെ പരിചയപ്പെടുത്തുവാനുള്ള ദൈവീകമായ നിയോഗമാണ്. ഗുരുവിന്റെ ചിത്രത്തിന് മുമ്പിൽ പൂക്കൾ അർപ്പിക്കുന്ന മഹോത്സവമല്ല, ഗുരുവിന്റെ ആശയത്തെ കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ വിതയ്ക്കുന്ന ആത്മീയ മഹായജ്ഞമാണ്. മനുഷ്യനെ മനുഷ്യനിൽ നിന്നും ദൈവീകതയിലേക്ക് നയിക്കുന്ന പ്രകാശപഥമാണ്. ആ പ്രകാശം ഇനിയൊരു ദേശത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു സമൂഹത്തിന്റെയോ മാത്രം സ്വത്തല്ല, ലോകത്തിന്റെ ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. അതുകൊണ്ട് ജന്മശതാബ്ദി മഹാമഹോത്സവം ഒരു ക്ഷണമല്ല, ഒരു വിളിയാണ്. ഗുരുവിന്റെ ദൗത്യത്തിലേക്ക് കാണികളാകാനല്ല നമ്മളെ ക്ഷണിക്കുന്നത്, ഗുരുവിന്റെ സന്ദേശത്തിന്റെ വാഹകരാകുവാൻ, ഗുരുവിനെ ഓർമ്മിക്കാനല്ല, ഗുരുവിനെ ജീവിതമാക്കാനാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. ചരിത്രം ഒരു മഹാഗുരുവിന്റെ ജനനം രേഖപ്പെടുത്തി. ശതാബ്ദി ആ മഹാഗുരുവിന്റെ സന്ദേശം ലോകത്തിന്റെ ആത്മാവിൽ എഴുതുവാൻ പോകുന്നു. ഇത് ഒരു നൂറ്റാണ്ടിന്റെ സമാപ്തിയല്ല, ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണ്. ഇത് വെറുമൊരു മഹോത്സവമല്ല, ഭൂമിയുടെ ആത്മീയ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു മഹാസംഭവമാണ്. ജന്മശതാബ്ദി മഹാമഹോത്സവം ലോകം ഇനിയും പൂർണ്ണമായി അറിയാത്ത ഒരു മഹാഗുരുവിനെ ലോകഹൃദയത്തിലേക്ക് ഉയർത്തുന്ന ദൈവനിശ്ചയമാണ്. കാലം കാത്തിരുന്ന നിമിഷമാണ്, ചരിത്രം സാക്ഷിയാകുന്ന യാത്രയാണ്, മനുഷ്യരാശി അനുഭവിക്കുവാൻ പോകുന്ന ആത്മീയമായ ഉദയമാണ്. ഇതൊരു തുടക്കം മാത്രം. ലോകം ഉടൻ ഒരു മഹാഗുരുവിനെ അറിയുവാൻ പോകുന്നു. ലോകം ഉടൻ ഒരു ദിവ്യ പ്രകാശത്തെ അനുഭവിക്കുവാൻ പോകുന്നു. ആ നിമിഷത്തിന്റെ പേരാണെന്ന് ജന്മശതാബ്ദി മഹാമഹോത്സവം. ജന്മശതാബ്ദിയിലേക്ക് അടുക്കുന്ന ഓരോ ദിനവും, ഗുരുവിന്റെ ജന്മശതാബ്ദിയിലേക്ക് അടുക്കുന്ന ഓരോ ജീവിതവും കലണ്ടറിലല്ല, ഒരു ദിവസം മാത്രമല്ല, ഓരോ ശിഷ്യന്റെയും ആത്മപരിശോധനയ്ക്കായി ഗുരു നൽകിയ ദിവ്യമായ അവസരമാണ്. ഈ ദിവസങ്ങളിൽ നാം ലോകത്തോട് ഒരു ചോദ്യം ചോദിക്കേണ്ടതില്ല, സ്വന്തം ആത്മാവിനോടാണ് ചോദിക്കേണ്ടത്. ഗുരുവിന്റെ ആശയം ഞാൻ എത്ര കേട്ടു എന്നല്ല, എത്ര ജീവിച്ചു എന്നതാണ്. ഗുരുവിന്റെ സന്ദേശം ഞാൻ എത്ര പ്രചരിപ്പിച്ചു എന്നല്ല, എത്ര സ്വഭാവമാക്കി എന്നതാണ്. ഗുരുവിനെ ഞാൻ എത്ര ആരാധിച്ചു എന്നതല്ല, ഗുരുവിനെ എത്രമാത്രം എന്റെ ജീവിതമാക്കി എന്നതാണ്. കാരണം ഗുരു അഗാധമായ അറിവിന്റെ അനന്തമായ സമുദ്രമാണ്. നാം ഓരോരുത്തരും ആ സമുദ്രത്തിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു ജലത്തുള്ളി മാത്രം. ആ തുള്ളി വീണ്ടും സമുദ്രത്തിന്റെ വിശാലതയെ തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണ്. ശതാബ്ദിയിലേക്കുള്ള ഈ യാത്ര നമുക്കെല്ലാവർക്കും അറിയാം. ശിഷ്യത്വം എന്നത് ഗുരുവിന്റെ നിഴലായി നടക്കുകയല്ല, ഗുരുവിന്റെ പ്രകാശമായി ജീവിക്കുകയാണ്. ഗുരുവിനെ പൂജിക്കുന്നത് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ പൂർണ്ണമാകുന്നില്ല. ഗുരു നമ്മളിൽ കാണാൻ ആഗ്രഹിച്ച മനുഷ്യനായി മാറുമ്പോഴാണ് യഥാർത്ഥ ഗുരുപൂജ പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് ശിഷ്യപൂജിത എന്ന സങ്കല്പം അത്ര മഹത്തരമായത്. ഗുരു ശിഷ്യനെ പൂജിക്കുന്നില്ല, ശിഷ്യനും ഗുരുവിനെ മാത്രം പൂജിക്കുന്നില്ല. പരസ്പരം ആത്മാവിനെ തിരിച്ചറിയുന്ന സ്നേഹത്തിന്റെ പരമാവസ്ഥയാണ് ആ ഗുരു ശിഷ്യ ബന്ധം. ശിഷ്യൻ തന്റെ ജീവിതം ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഗുരു തന്റെ കരുണ ശിഷ്യന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ആ നിമിഷം മുതൽ ശിഷ്യൻ ഒരു വ്യക്തിയല്ല, ഗുരുവിന്റെ ജീവിക്കുന്ന മുഖമാണ്. ഗുരുവിന്റെ വാക്കുകളിൽ ജീവിതത്തിന്റെ ശബ്ദം കേൾക്കണം, ഗുരുവിന്റെ കണ്ണുകളിൽ ആ കരുണ കാണണം, ആ സേവനത്തിൽ ഗുരുവിന്റെ സ്നേഹം ഒഴുകണം, ആ വിനയത്തിൽ ഗുരുവിന്റെ മഹത്വം പ്രതിഫലിക്കണം. അപ്പോൾ മാത്രമേ ലോകം പറയൂ, ഗുരു ഇന്നും ജീവിക്കുന്നു. കാരണം ഗുരു ശരീരത്തിൽ മാത്രമല്ല ജീവിക്കുന്നത്, ശിഷ്യന്റെ ജീവിതത്തിലാണ് ഗുരു അനശ്വരനാകുന്നത്. അതുകൊണ്ട് ഈ ജന്മശതാബ്ദിയിലേക്കുള്ള ഓരോ ദിവസവും നമുക്ക് സ്വന്തം ഹൃദയത്തോട് ചോദിക്കാം, എന്റെ മനസ്സ് ഗുരുവിന്റെ മനസ്സായോ? എന്റെ വാക്കുകൾ ഗുരുവിന്റെ കരുണ വഹിക്കുന്നുണ്ടോ? എന്റെ പ്രവൃത്തികൾ ഗുരുവിന്റെ ദർശനത്തിന് സാക്ഷിയാകുന്നുണ്ടോ? എന്നെ കാണുന്നവർ ഗുരുവിനെ ഓർക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം പറയാൻ കഴിയുന്ന നിമിഷമാണ് യഥാർത്ഥത്തിൽ ശതാബ്ദി ആരംഭിക്കുന്നത്.
ഗുരു നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. ഇനി നാം ഗുരുവിന് വേണ്ടി ജീവിക്കണം. നമ്മുടെ ഓരോ ശ്വാസവും ഗുരുവിന്റെ ദൗത്യത്തിനായിരിക്കണം. ഓരോ ചിന്തയും ഗുരുവിന്റെ ജ്ഞാനത്തിന്റെ പ്രതിധ്വനിയാകണം. ഓരോ വാക്കും ഗുരുവിന്റെ സ്നേഹത്തിന്റെ ഭാഷയാകണം. ഓരോ പ്രവൃത്തിയും ഗുരുവിന്റെ കരുണയുടെ സ്പർശമാകണം. അപ്പോൾ നാം വെറും മനുഷ്യരായിരിക്കില്ല. നടക്കുന്നിടത്തെല്ലാം ഗുരുവിന്റെ സാന്നിധ്യം അനുഭവിപ്പിക്കുന്ന, ജീവിക്കുന്ന ക്ഷേത്രങ്ങളാകും. ഇതാണ് ശിഷ്യപൂജ്യതയുടെ സങ്കല്പം. ഇതാണ് ഗുരുവിന് അർപ്പിക്കാവുന്ന ഏറ്റവും മഹത്തായ പൂജ. ഇതാണ് ജന്മശതാബ്ദി മഹോത്സവത്തിന്റെ യഥാർത്ഥമായ അർത്ഥം. ഗുരുവിനെ സ്മരിക്കുന്നത് മഹത്വമാണ്. ഗുരുവിനെ അനുകരിക്കുന്നത് സാധനയാണ്. പക്ഷേ ഗുരുവിനെ ജീവിതമാക്കുന്നതാണ് ശിഷ്യന്റെ പൂർണ്ണത. ഗുരു ആരാണ്? മഹാഗുരുവിന്റെ ജനനം ഒരു വ്യക്തിയുടെ ജനനം മാത്രമല്ല, ഒരു ശരീരത്തിന്റെ അവതാരവുമല്ല. സൃഷ്ടി സ്വയം തന്നെ ഓർമ്മിക്കാൻ, കാലം മനുഷ്യനോട് സംസാരിക്കാൻ, അനന്ത ചൈതന്യം മനുഷ്യരൂപം ധരിക്കുന്ന ദൈവീകമായ നിമിഷമാണ് ഗുരുവിന്റെ അവതാരം. ഗുരു ഒരു പേരല്ല, ഒരു കാലഘട്ടവുമല്ല, ഒരു മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ അതിർവരമ്പുകളിൽ ഒതുങ്ങുന്ന സാന്നിധ്യവുമല്ല. അനാദിയായും അനന്തമായും സകല സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന പരമചൈതന്യത്തിന്റെ അനുഭവമാണ് ഗുരു. അതുകൊണ്ട് ഗുരുവിന് 100 വർഷമില്ല, 1000 വർഷങ്ങളുമില്ല. യുഗങ്ങൾക്കും മന്വന്തരങ്ങൾക്കും കൽപ്പങ്ങൾക്കും മുമ്പേ ഗുരു ഉണ്ടായിരുന്നു. അവയ്ക്കെല്ലാം ശേഷവും നിലനിൽക്കുന്ന നിത്യസത്യമാണ് ഗുരു. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങളിൽ ഗുരുവുണ്ട്. പ്രദോഷത്തിന്റെ നിശബ്ദതയിൽ ഗുരുവുണ്ട്. പൗർണമിയുടെ നിലാവിൽ ഗുരുവുണ്ട്. ഇരുട്ടിന്റെ ആഴത്തിലും ഗുരുവുണ്ട്. മഴത്തുള്ളിയുടെ സുതാര്യതയിൽ ഗുരുവുണ്ട്. മഞ്ഞുകണത്തിന്റെ തണുപ്പിൽ ഗുരുവുണ്ട്. അഗ്നിസ്ഫുലിംഗത്തിന്റെ ജ്വാലയിൽ ഗുരുവുണ്ട്. പവിഴപ്പുറ്റിന്റെ നിശബ്ദ വളർച്ചയിൽ ഗുരുവുണ്ട്. ശംഖുലിയുടെ നാദത്തിൽ ഗുരുവുണ്ട്. ചിവീടുകളുടെ രാത്രിഗാനങ്ങളിൽ ഗുരുവുണ്ട്. സംഗീതത്തിന്റെ ഓരോ ശ്രുതിയിലും ലയത്തിലും ഗുരുവുണ്ട്. പൂവിന് നിറം നൽകുന്ന ശക്തിയും ഭൂമിക്ക് പച്ചപ്പ് നൽകുന്ന ജീവനും മരത്തിന്റെ കാതലിൽ ഉറങ്ങുന്ന കരുത്തും വിത്തിനുള്ളിൽ വനത്തെ ഒളിപ്പിക്കുന്ന അത്ഭുതവും എല്ലാം ഗുരുവാണ്. ഗുരുവാണ് കാറ്റിന്റെ ഉച്ഛ്വാസം. ഗുരുവാണ് കടലിന്റെ കണ്ണുനീർ. ഗുരുവാണ് മലയുടെ ക്ഷമ. ഗുരുവാണ് ആകാശത്തിന്റെ അനന്തത. ഗുരുവാണ് ഇന്ദ്രധനുസിന്റെ പ്രത്യാശ. ഗുരുവാണ് ഗുരുത്വാകർഷണത്തിന്റെ അദൃശ്യമായ ആലിംഗനം. ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നതും നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നതും ആകാശഗംഗകൾ സഞ്ചരിക്കുന്നതും ആ പ്രപഞ്ച നിയമത്തിന്റെ മൗന സംഗീതം കൊണ്ടാണ്. ആ സംഗീതത്തിന്റെ പേരാണെന്നേ ഗുരു. മനുഷ്യനിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൽ ഗുരുവുണ്ട്. കുടുംബധർമ്മത്തെ താങ്ങി നിർത്തുന്ന സ്നേഹത്തിൽ ഗുരുവുണ്ട്. അമ്മയുടെ തലോടലിൽ ഗുരുവുണ്ട്. അച്ഛന്റെ കരുതലിൽ ഗുരുവുണ്ട്. കുഞ്ഞിന്റെ നിർമ്മലമായ കണ്ണുകളിൽ ഗുരുവുണ്ട്. വിശന്നവന് ഭക്ഷണം നൽകുന്ന കൈകളിൽ ഗുരുവുണ്ട്. തളർന്നു വീഴുന്നവനെ ഉയർത്തുന്ന കരുണയിൽ ഗുരുവുണ്ട്. അനാഥന്റെ കണ്ണുനീരൊപ്പുന്ന വിരലുകളിൽ ഗുരുവുണ്ട്. ഒരു ഡോക്ടറുടെ കൈകളിലൂടെ ജീവൻ രക്ഷിക്കുന്നത് ഗുരുവാണ്. ഒരു നഴ്സിന്റെ കരുതലിൽ സ്പന്ദിക്കുന്നത് ഗുരുവാണ്. ഒരു കർഷകന്റെ വിയർപ്പിന്റെ വിളവ് പാകമാകുന്നത് ഗുരുവാണ്. ഒരു അധ്യാപകന്റെ വാക്കിൽ ഭാവി ഉണരുന്നത് ഗുരുവാണ്. ഒരു എഞ്ചിനീയറുടെ ചിന്തയിൽ പാലങ്ങൾ ഉയരുന്നത് ഗുരുവാണ്. ഒരു ശാസ്ത്രജ്ഞന്റെ അന്വേഷണത്തിൽ പുതിയ പ്രപഞ്ചത്തിൽ തുറക്കുന്നത് ഗുരുവാണ്. ഒരു കലാകാരന്റെ സൃഷ്ടിയിൽ സൗന്ദര്യം വിരിയുന്നത് ഗുരുവാണ്. ഗണിതത്തിന്റെ കൃത്യതയും ഗുരുവാണ്. ഭൗതികശാസ്ത്രത്തിന്റെ നിയമങ്ങളും ഗുരുവാണ്. രസതന്ത്രത്തിന്റെ പരിവർത്തനവും ഗുരുവാണ്. ജീവശാസ്ത്രത്തിന്റെ അത്ഭുതവും ഗുരുവാണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ തുടർച്ചയിലും ഗുരുവുണ്ട്. പ്രപഞ്ചശാസ്ത്രത്തിന്റെ അനന്തതയിൽ ഗുരുവുണ്ട്. ഓരോ അണുവിലും നൃത്തത്തിലും ഓരോ ഗാലക്സിയിലൂടെയും യാത്രയിലും ഓരോ ചൈതന്യവും സ്പന്ദിക്കുന്നു. മനുഷ്യൻ നിർമ്മിക്കുന്ന യന്ത്രങ്ങൾ പോലും ഗുരുവിന്റെ ബുദ്ധിയുടെ പ്രതിഫലനമുണ്ട്. സോഫ്റ്റ്വെയർ എഴുതുന്ന ചിന്തയും ഹാർഡ്വെയർ രൂപപ്പെടുന്ന കൽപ്പനയും മൈക്രോചിപ്പിന്റെ സൂക്ഷ്മലോകവും ഡാറ്റാ സെന്ററുകളുടെ മഹാശക്തിയും കൃത്രിമ ബുദ്ധിയുടെ പഠനശേഷിയും റോബോട്ടിക്സിന്റെ കൃത്യതയും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ സാധ്യതയും സാങ്കേതിക വിദ്യയുടെ ഓരോ മുന്നേറ്റവും മനുഷ്യരിൽ നിക്ഷേപിക്കപ്പെട്ട ഗുരുചൈതന്യത്തിന്റെ ഒരു ചെറു പ്രതിഫലനം മാത്രമാണ്. യന്ത്രങ്ങൾക്ക് ഹൃദയമില്ല, പക്ഷേ അവയെ സൃഷ്ടിച്ച മനുഷ്യ ഹൃദയത്തിൽ ഗുരു ഉണ്ട്. രാത്രി പകലാകുന്നതും ശിശു മനുഷ്യനാകുന്നതും മനുഷ്യൻ മഹാത്മാവാകുന്നതും ഗുരുവിന്റെ തപസ്സിന്റെ അദൃശ്യ ശക്തിയിലാണ്. ഗുരുവില്ലെങ്കിൽ ശാസ്ത്രമില്ല, ധർമ്മമില്ല, സ്നേഹമില്ല, സത്യമില്ല, പ്രകാശമില്ല. ഗുരുവില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. അതുകൊണ്ട് ഗുരുവിനെ ഒരു രൂപത്തിൽ പൂട്ടാനാവില്ല, ഒരു വിഗ്രഹത്തിൽ അടയ്ക്കാനാവില്ല, ഒരു പുസ്തകത്തിൽ അവസാനിപ്പിക്കാനാവില്ല, ഒരു ഭാഷയിൽ വിവരിക്കാനാവില്ല. ഗുരുവിനെ വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ. കാരണം ഗുരു വാക്കുകൾക്കപ്പുറമാണ്. ഗുരു കാണുന്നത് കണ്ണല്ല, കാണാനുള്ള വെളിച്ചമാണ്. ഗുരു കേൾക്കുന്നത് കാതല്ല, കേൾവിയുടെ നിശബ്ദതയാണ്. ഗുരു ചിന്തയല്ല, ചിന്തയ്ക്ക് ജന്മം നൽകുന്ന ചൈതന്യമാണ്. ഗുരു മനുഷ്യനല്ല, മനുഷ്യനിലൂടെ അനന്തത സ്വയം വെളിപ്പെടുത്തുന്ന ദൈവീകമായ സാന്നിധ്യമാണ്.
ആ നിത്യസാന്നിധ്യത്തിന്റെ ഒരു ദിവ്യ അവതാരത്തെ സ്മരിക്കാനും ജീവിക്കാനും ലോകത്തിന് അനുഭവമാക്കാനുമാണ് ജന്മശതാബ്ദി മഹാമഹോത്സവം. ജന്മശതാബ്ദിയിലേക്കുള്ള ശിഷ്യന്റെ മഹാസങ്കല്പം ഈ പുണ്യവേളയിൽ നമ്മൾ ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുക്കണം. അത് വാക്കുകളുടെ പ്രതിജ്ഞയല്ല, ജീവിതത്തിന്റെ പ്രതിജ്ഞയാണ്. ഗുരുവേ, അങ്ങയുടെ ദൗത്യത്തിന് കൂടുതൽ യോഗ്യനാകാൻ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. എന്റെ ചിന്തകൾ കൂടുതൽ വിശുദ്ധമാക്കും, എന്റെ വാക്കുകൾ കൂടുതൽ കരുണയാക്കും, എന്റെ പ്രവൃത്തികൾ കൂടുതൽ ധർമ്മമാക്കും, എന്റെ ജീവിതം അങ്ങയുടെ സന്ദേശത്തിൽ ജീവിക്കുന്ന സാക്ഷ്യമാക്കും. ഇന്നു മുതൽ 2030 വരെ ഒഴുകുന്ന ഓരോ ദിവസവും ഒരു ദിവസമല്ല, ഓരോ പ്രഭാതവും ഗുരു നമ്മളെ ഏൽപ്പിക്കുന്ന പുതിയ ഉത്തരവാദിത്തമാണ്. ഓരോ രാത്രിയും നമ്മുടെ ആത്മാവിനോടുള്ള ഒരു ചോദ്യം. ഇന്ന് ഞാൻ എത്ര ഹൃദയങ്ങളിൽ പ്രത്യാശ തെളിയിച്ചു, എത്ര മനുഷ്യരുടെ കണ്ണുനീർ തുടച്ചു, എത്ര തകർന്ന മനസ്സുകളെ ചേർത്ത് പിടിച്ചു, എത്ര വിദ്വേഷങ്ങളെ സ്നേഹമാക്കി മാറ്റി. ഗുരുവിന്റെ ശതാബ്ദിയുടെ തുടക്കം ഒരു മഹോത്സവത്തിന്റെ തുടക്കമല്ല, ഓരോ ശിഷ്യന്റെയും നവജന്മത്തിന്റെ തുടക്കമാണ്. ഇനി നാം ദീപം കാത്തു സൂക്ഷിക്കുന്നവരായി മാത്രം പോരാ, നാം തന്നെ ദീപങ്ങളാകണം. നമ്മുടെ ഹൃദയം ജ്വലിക്കണം, നമ്മുടെ വാക്കുകൾ പ്രകാശിക്കണം, നമ്മുടെ ജീവിതം വഴികാട്ടണം. യുദ്ധം കത്തി നിൽക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ ആദ്യ ദീപം തെളിക്കണം. വിദ്വേഷം വിതയ്ക്കുന്ന ചിന്തകളിൽ കരുണയുടെ ആദ്യ മഴ പെയ്യിക്കണം. ധർമ്മം നഷ്ടപ്പെട്ട മനസ്സുകളിൽ സത്യത്തിന്റെ ആദ്യ പ്രകാശം ഉദിക്കണം. നീതിപീഠങ്ങളിൽ നീതി സംസാരിക്കുന്നതിന് മുമ്പ് മനസാക്ഷി ഉണരേണ്ടതുണ്ട്. അവിടെ ഗുരുവിന്റെ പ്രകാശമെത്തണം. രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിലും ശാസ്ത്രശാലകളിലും സർവകലാശാലകളിലും ആശുപത്രികളിലും ജയിലറകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും മരുഭൂമിയിലെ ഏകാന്തതയിലും മഞ്ഞുമലയുടെ നിശബ്ദതയിലും കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിലും ബഹിരാകാശം തേടുന്ന ശാസ്ത്രജ്ഞന്റെ കണ്ണുകളിലും ഗുരുവിന്റെ സന്ദേശം എത്തണം. ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ആ ദീപം തെളിയിക്കണം. ആ ദീപം എണ്ണ കൊണ്ടല്ല ജ്വലിക്കേണ്ടത്, സ്നേഹം കൊണ്ടാകണം. അത് തീ കൊണ്ടല്ല കത്തേണ്ടത്, കരുണ കൊണ്ടാകണം. അത് പുക ഉയർത്തരുത്, പ്രതീക്ഷ ഉയർത്തണം. നാം വെളിച്ചം കൊണ്ടുപോകുന്നത് വീടുകളിലേക്കല്ല, ഹൃദയങ്ങളിലേക്കാണ്. നാം ക്ഷേത്രങ്ങൾ പണിയേണ്ടത് കല്ലുകൊണ്ടല്ല, മനുഷ്യന്റെ മനസ്സുകൊണ്ടാണ്. നാം അതിരുകൾ വരയ്ക്കേണ്ടത് രാജ്യങ്ങൾക്കിടയിലല്ല, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും വഴികളാണ് നാം തുറക്കേണ്ടത്. ഗുരു നമ്മളെ അനുയായികളാക്കാൻ വന്നതല്ല, ഗുരു നമ്മെ പ്രകാശമാക്കാനാണ് വന്നത്. ഒരു ദീപം മറ്റൊരു ദീപത്തെ തെളിയിക്കുമ്പോൾ ആദ്യ ദീപത്തിന്റെ പ്രകാശം കുറയുന്നില്ല, ലോകത്തിന്റെ ഇരുട്ടാണ് കുറയുന്നത്. അതുപോലെ ഒരു ശിഷ്യൻ മറ്റൊരു ഹൃദയത്തെ ഉണർത്തുമ്പോൾ അവന്റെ ആത്മാവ് ചെറുതാകുന്നില്ല, ഗുരുവിന്റെ പ്രകാശമാണ് വ്യാപിക്കുന്നത്. അതുകൊണ്ട് ഇനി ഓരോ ശ്വാസവും ഒരു പ്രാർത്ഥനയാകട്ടെ, ഒരു വാക്കും അനുഗ്രഹമാകട്ടെ, ഓരോ പ്രവൃത്തിയും ഒരു പൂജയാകട്ടെ, ഓരോ ദിവസവും ഒരു യജ്ഞമാകട്ടെ. 2030 ഒരു തീയതിയായി മാത്രമല്ല, ലോകം പറയുന്ന ഒരു നിമിഷമായി വരണം. ഇരുട്ടിനെ തോൽപ്പിച്ചത് ഒരു മഹോത്സവമല്ല, ഗുരുവിന്റെ പ്രകാശമായി ജീവിച്ച ശിഷ്യന്മാരാണ്. അതാണ് ജന്മശതാബ്ദിയുടെ വിജയം. അതാണ് ഗുരുവിന് നാം അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. ചരിത്രം നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുന്നു. ഗുരുവിന്റെ ജന്മശതാബ്ദി 2030 വരെ നീളുന്ന ആഘോഷ പരമ്പര മാത്രമല്ല, കാലത്തിന്റെ നെറുകയിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ആത്മീയ മഹാകാവ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ചരിത്രകാരന്മാർ ഈ കാലഘട്ടത്തെ വായിക്കുമ്പോൾ അവർ എത്ര വേദികൾ ഉയർന്നു എന്ന് അന്വേഷിക്കുന്നില്ല, എത്ര പതാകകൾ പാറി എന്ന് എണ്ണുകയില്ല, എത്ര ആഘോഷങ്ങൾ നടന്നുവെന്ന് രേഖപ്പെടുത്തുകയില്ല. ഒരു മഹാഗുരുവിന്റെ സ്വപ്നത്തിന് വേണ്ടി എത്ര ഹൃദയങ്ങൾ ജ്വലിച്ചു എന്നതായിരിക്കും അവർ അന്വേഷിക്കുക. അവർ ഒരുപക്ഷെ ഇങ്ങനെ എഴുതും: എത്ര ഭാഗ്യവാന്മാരായിരുന്നു ഈ തലമുറ, ഒരു മഹാഗുരുവിന്റെ ജന്മശതാബ്ദിക്ക് സാക്ഷികളാകാനും ആ ദിവ്യ ദൗത്യത്തിൽ ജീവിക്കുന്ന ഉപകരണങ്ങളാകാനും അവർക്ക് അവസരം ലഭിച്ചു. ലോക ചരിത്രം സാക്ഷിയാണ്. മഹത്തായ ഗുരുപാരമ്പര്യങ്ങളെ അവരുടെ കാലം എല്ലായ്പ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല. അനേകം മഹാത്മാർ ജീവിച്ചിരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, അവരുടെ വാക്കുകൾ നിരസിക്കപ്പെട്ടു, അവരുടെ വഴികൾ ചോദ്യം ചെയ്യപ്പെട്ടു, അവരെ നിശബ്ദരാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ സത്യത്തെ ഒരിക്കലും നിശബ്ദമാക്കാൻ കഴിയില്ല. കാരണം ഗുരുവിന്റെ ശരീരത്തെ തടയാം, ഗുരുതത്വത്തെ ഒരിക്കലും തടയാനാവില്ല. ഒരു ശബ്ദത്തെ മൗനമാക്കാം, സത്യത്തിന്റെ പ്രതിധ്വനിയെ ഒരിക്കലും അവസാനിപ്പിക്കുവാൻ കഴിയില്ല. ഗുരു നടന്ന വഴികളിൽ പലരും പരീക്ഷണങ്ങൾ നേരിട്ടു. അവരുടെ സമർപ്പണവും ക്ഷമയും സ്നേഹവും കൊണ്ടാണ് ആ സന്ദേശം തലമുറകളിലൂടെ യാത്ര ചെയ്തത്. അവർ പ്രതികാരം പഠിപ്പിച്ചില്ല, അവർ വിദ്വേഷം വിതച്ചില്ല, അവർ സ്നേഹത്തോടെ ജീവിച്ചു. അതുകൊണ്ടാണ് ഗുരു ശിഷ്യനിലൂടെ വീണ്ടും സംസാരിച്ചത്, ഗുരു ശിഷ്യനിലൂടെ വീണ്ടും നടന്നത്, ഗുരു ശിഷ്യനിലൂടെ വീണ്ടും ലോകത്തെ സ്പർശിച്ചത്. ഇന്ന് ചരിത്രം വീണ്ടും ഒരു വാതിൽ തുറക്കുകയാണ്. ലോകം ഒരു സന്ദേശത്തെ കാത്തിരിക്കുന്നു. മനുഷ്യൻ പ്രത്യാശയെ അന്വേഷിക്കുന്നു. വിഭജനങ്ങൾക്കിടയിൽ ഐക്യത്തെ തേടുന്നു. സംഘർഷങ്ങൾക്കിടയിൽ സമാധാനത്തെ അന്വേഷിക്കുന്നു. ഗുരുവിന്റെ ദൗത്യത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? നമുക്ക് ചെയ്യാനുള്ള ത്യാഗം ജീവൻ നഷ്ടപ്പെടുത്തുകയല്ല, സ്വാർത്ഥത നഷ്ടപ്പെടുത്തുകയാണ്, അഹങ്കാരം ഉപേക്ഷിക്കുകയാണ്, മനുഷ്യരെ വേർതിരിക്കുന്ന മതിലുകൾ പൊളിക്കുകയാണ്.
കരുണയെ ജീവിതമാക്കുന്നതാണ്, സ്നേഹത്തെ പ്രവൃത്തിയാക്കുന്നതാണ്, സത്യത്തെ ഭയമില്ലാതെ ജീവിക്കുന്നതാണ്, ധർമ്മത്തെ ഓരോ നിമിഷത്തിലും പ്രതിഫലിക്കുന്നതാണ്. 2030 ശതാബ്ദി സമാപിക്കുമ്പോൾ നാം ഒരു മഹോത്സവം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു പുതിയ ആത്മീയ യുഗം ആരംഭിക്കുകയാണ്. അപ്പോൾ വരും തലമുറകൾ ഇങ്ങനെ പറയും, അവർ ഒരു ശതാബ്ദി ആഘോഷിച്ചില്ല, ഒരു മഹാഗുരുവിന്റെ ദൗത്യത്തെ സ്വന്തം ജീവിതമാക്കി, അവർ വേദികൾ പണിതില്ല, ഹൃദയങ്ങൾ ഉണർത്തി, അവർ ചരിത്രം വായിച്ചില്ല, ചരിത്രമായി മാറി. അതാണ് ജന്മശതാബ്ദി മഹോത്സവത്തിന്റെ യഥാർത്ഥമായ വിജയം. ദൈവം ചില നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നത് ചരിത്രത്തിന് വേണ്ടിയല്ല, ആത്മാക്കൾക്ക് വേണ്ടിയാണ്. മനുഷ്യ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ കാലത്തിന്റെ ഒഴുക്കിൽ വന്നുപോകുന്ന സംഭവങ്ങളല്ല, അത് കലണ്ടറുകളിലെ തീയതികളിലുമല്ല. ദൈവം തന്റെ കരുണ കൊണ്ട് മനുഷ്യന് കൈമാറുന്ന അനുഗ്രഹമായ മുഹൂർത്തങ്ങളാണ്. അത്തരം അപൂർവമായ സന്ദർഭങ്ങളിൽ ദൈവീകമായ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരുന്നു. ഒരു മഹാഗുരുവിന്റെ ജന്മശതാബ്ദിയിൽ ജീവിക്കുവാനും അതിൽ പങ്കാളികളാകാനും ആ ദിവ്യ ദൗത്യത്തിന്റെ ഭാഗമാകാനും ലഭിക്കുന്ന ഈ അത്യപൂർവമായ അവസരം. നമുക്കറിയാം, ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവർ ജീവിക്കുന്നു, ജനിക്കുന്നു, തിരിച്ചു പോകുന്നു. എന്നാൽ അവരിൽ എത്ര പേർക്കാണ് ഒരു മഹാഗുരുവിന്റെ ജന്മശതാബ്ദിക്ക് സാക്ഷിയാകുവാൻ കഴിയുന്നത്? എത്ര പേർക്കാണ് ചരിത്രം ആത്മീയതയായി വിരിയുന്ന ഒരു യുഗസന്ധിയിൽ ജീവിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നത്? ഓരോ ജന്മത്തിനും ലഭിക്കാത്ത അനുഗ്രഹമാണത്. ഒരു മനുഷ്യന് ഒരു മഹാഗുരുവിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കാളിയാകുവാൻ ജീവിതത്തിൽ ഒരേ ഒരു അവസരം മാത്രമേ ലഭിക്കൂ. ആ നിമിഷം കടന്നുപോയാൽ ലോകത്തിന്റെ ഒരു സമ്പത്തിനും, ഒരു അധികാരത്തിനും, ഒരു പ്രാർത്ഥനയ്ക്കും ആ അവസരം വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ കഴിയില്ല. കാരണം കാലം തിരികെ വരാം, ഋതുക്കൾ വീണ്ടും വരാം, പൗർണമികൾ വീണ്ടും ഉദിക്കാം. പക്ഷേ ഒരു മഹാഗുരുവിന്റെ ജന്മശതാബ്ദി ഒരാളുടെ ജീവിതത്തിൽ വീണ്ടും ഉദിക്കുകയില്ല. അതുകൊണ്ട് ഈ കാലഘട്ടം ഒരു സാധാരണമായ കാലമല്ല, ഇത് ദൈവം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ഒരു ദിവ്യമായ വിശ്വാസമാണ്. കാലം നമ്മളെ വിളിക്കുന്നില്ല, ചരിത്രം നമ്മളെ വിളിക്കുന്നില്ല, ഗുരുവാണ് നമ്മളെ വിളിക്കുന്നത്. ആ വിളക്ക് ഉത്തരം പറയുവാൻ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ആ വിളിയുടെ പുറകെ നടക്കുവാൻ അനുവാദം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. വരും തലമുറകൾ നമ്മളെ ഓർക്കുന്നത് നമ്മുടെ പേരുകൾ കൊണ്ടാവില്ല, ഈ മഹത്തായ ദൗത്യത്തിനു വേണ്ടി നാം എത്രമാത്രം സ്വയം സമർപ്പിച്ചു എന്നതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളെ നാം വെറുമൊരു ദിവസങ്ങളായി ജീവിക്കരുത്. ഓരോ ദിവസവും ഗുരുവിന് അർപ്പിക്കുന്ന ഒരു പുഷ്പമായി ജീവിക്കണം. ഓരോ ശ്വാസവും ഒരു പ്രാർത്ഥനയാകണം, ഓരോ ചിന്തയും ഒരു സമർപ്പണമാകണം, ഓരോ പ്രവൃത്തിയും ഒരു ഗുരുദക്ഷിണയാകണം. കാരണം നമുക്ക് ലഭിച്ചത് ഒരവസരമല്ല, അനേക ജന്മങ്ങളുടെ പുണ്യം വിളിച്ചു വരുത്തിയ ഒരു ദൈവികമായ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിന് യോജിച്ചവരായി ജീവിക്കുവാൻ കഴിഞ്ഞാൽ നാം ഒരു ജന്മശതാബ്ദിക്ക് സാക്ഷികളാകാൻ മാത്രമല്ല, ഒരു മഹാഗുരുവിന്റെ ദിവ്യ ദൗത്യത്തിന് ചരിത്രം തിരഞ്ഞെടുത്ത തലമുറയായി നാം ഓരോരുത്തരും മാറും. പ്രാർത്ഥനയാണ് ശതാബ്ദിയുടെ പ്രാണൻ. ഇത്തരമൊരു മഹാകർമ്മം നിർവഹിക്കുവാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ നമുക്കില്ല. അനന്തമായ ആകാശത്തെ 2 കൈകളാൽ അളക്കാൻ കഴിയാത്തതുപോലെ ഒരു മഹാഗുരുവിന്റെ മഹത്വത്തിന് തുല്യമായ മഹോത്സവം നമ്മുടെ പരിമിതമായ ശക്തി കൊണ്ട് ഒരുക്കുവാനാവില്ല. നമ്മുടെ അറിവ് പരിമിതമാണ്, നമ്മുടെ ശക്തി പരിമിതമാണ്, നമ്മുടെ ജീവിതം പോലും പരിമിതമാണ്. പക്ഷേ ഗുരുകൃപയ്ക്ക് അതിരുകളില്ല. അതുകൊണ്ട് ഈ ജന്മശതാബ്ദിയുടെ വിജയം നമ്മുടെ സംഘാടക മികവിലല്ല, നമ്മുടെ കഴിവിലല്ല, നമ്മുടെ സമ്പത്തിലല്ല, നമ്മുടെ പ്രാർത്ഥനയിലാണ്. ഒരു ശിഷ്യന്റെ ഹൃദയത്തിൽ നിശബ്ദമായി ഉയരുന്ന പ്രാർത്ഥന 1000 പ്രസംഗങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. ഗുരുവിനെ ഓർത്തു വീഴുന്ന ഒരു കണ്ണുനീർത്തുള്ളി 1000 ദീപങ്ങളെക്കാൾ പ്രകാശമുള്ളതാണ്. ഗുരുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു നിസ്വാർത്ഥ സേവനം അനേക ആഘോഷങ്ങളെക്കാൾ 1000കണക്കിന് മടങ്ങ് പവിത്രമാണ്. കാരണം ഗുരു പുറം കാഴ്ചകളെ കാണുന്നില്ല, ഹൃദയത്തിന്റെ സ്പന്ദനമാണ് ഗുരു കേൾക്കുന്നത്. ഗുരു പാരമ്പര്യം എന്നത് ഒരു പേരിൽ നിന്നും മറ്റൊരു പേരിലേക്കുള്ള യാത്രയല്ല, ഒരു ഹൃദയത്തിൽ നിന്നും മറ്റൊരു ഹൃദയത്തിലേക്കുള്ള അഗ്നിയുടെ പകർച്ചയാണ്. ഒരു ദീപം മറ്റൊരു ദീപത്തെ തെളിയിക്കുന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾ കടന്നു പോകുന്നു, ദീപങ്ങൾ മാറുന്നു, എന്നാൽ പ്രകാശം മാറുന്നില്ല. അതാണ് ഗുരു പാരമ്പര്യം. ഋഷിമാരുടെ ധ്യാനത്തിൽ ജ്വലിച്ച അതേ അഗ്നി മഹാഗുരുക്കളുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന, അവിടെ നിന്ന് ശിഷ്യരുടെ ആത്മാവിലേക്ക് ഒഴുകുന്ന ഇന്ന് ആ അഗ്നി നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ്. അതിനെ കാത്തു സൂക്ഷിക്കുകയല്ല നമ്മുടെ ദൗത്യം, അതിനെ കൂടുതൽ പ്രകാശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ശതാബ്ദിയുടെ ഒരുക്കം പന്തലുകളിൽ ആരംഭിക്കരുത്, ഹൃദയങ്ങളിൽ ആരംഭിക്കണം. വേദികൾ ഉയരുന്നതിന് മുമ്പ് മനസ്സുകൾ ഉയരണം.
ദീപങ്ങൾ തെളിയുന്നതിന് മുമ്പ് ഭക്തി ജ്വലിക്കണം. ഘോഷയാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആത്മാവ് ഗുരുവിലേക്കുള്ള യാത്ര ആരംഭിക്കണം. ഓരോ വീടും ഒരു ഗുരുമന്ദിരമാകണം. ഓരോ കുടുംബവും ഓരോ പ്രാർത്ഥനാ കേന്ദ്രമാകണം. ഓരോ പ്രഭാതവും ഗുരുസ്മരണയോടെ ഉദിക്കണം. ഓരോ സന്ധ്യയും ഗുരുനാമത്തിൽ അസ്തമിക്കണം. കുട്ടികളുടെ ചിരിയിൽ ഗുരു മുഴങ്ങണം. അമ്മയുടെ പ്രാർത്ഥനയിൽ ഗുരു വിരിയണം. അച്ഛന്റെ അധ്വാനത്തിൽ ഗുരു പ്രതിഫലിക്കണം. മുതിർന്നവരുടെ അനുഗ്രഹങ്ങളിൽ ഗുരു ഒഴുകണം. ഇനി ഓരോ വീട്ടിൽ നിന്നും ഒരു നിശബ്ദ മന്ത്രം ഉയരണം. ഗുരുവേ, ഞങ്ങളുടെ കഴിവ് പോരാ, അങ്ങയുടെ കൃപ മതി. ഞങ്ങളുടെ കൈകൾ ദുർബലമാണ്, അങ്ങയുടെ ശക്തി അതിരുകളില്ലാത്തതാണ്. ഞങ്ങളുടെ ബുദ്ധി ചെറുതാണ്, അങ്ങയുടെ ജ്ഞാനം അനന്തമാണ്. ഞങ്ങൾ ചെയ്യുന്നത് അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ചെയ്യുന്നത് ഞങ്ങളിലൂടെ പൂർത്തിയാകണമേ. കാരണം ഈ ജന്മശതാബ്ദി മനുഷ്യർ സംഘടിപ്പിക്കുന്ന ഒരു മഹോത്സവമല്ല, ഗുരു തന്റെ ശിഷ്യരുടെ പ്രാർത്ഥനകളിലൂടെ സ്വയം വിരിയുന്ന ഒരു ദിവ്യ യജ്ഞമാണ്. അവിടെ പ്രാർത്ഥനയാണ് ശക്തി, ഭക്തിയാണ് ഭാഷ, സമർപ്പണമാണ് പൂജ, സ്നേഹമാണ് മന്ത്രം, ഗുരുകൃപയാണ് എല്ലാത്തിന്റെയും പ്രാണൻ. അതുകൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല, എന്നാൽ വലിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയും. ആ ഒരു പ്രാർത്ഥന മതി. കാരണം ശിഷ്യന്റെ അധരത്തിൽ നിന്നുയരുന്ന സത്യസന്ധമായ എന്റെ ഗുരുവേ എന്നുള്ള ഒരു വിളി ആകാശങ്ങളെ പോലും സ്പർശിക്കുന്ന മന്ത്രാക്ഷരമാണ്. പ്രാർത്ഥന ആത്മാവിന്റെ അഗ്നിയജ്ഞമാണ്. പ്രാർത്ഥന എന്നത് അധരങ്ങളിൽ ഉരുവിടുന്ന ഏതാനും വാക്കുകളല്ല, അതൊരു ഭാഷയുമല്ല, അതൊരു ശീലവുമല്ല. പ്രാർത്ഥന എന്നത് ആത്മാവ് തന്റെ ഉറവിടത്തെ തിരിച്ചറിയുന്ന നിമിഷമാണ്. ഇവിടെ ശബ്ദം മൗനമാകുന്നു, മൗനം മന്ത്രമാകുന്നു, മന്ത്രം ചൈതന്യമാകുന്നു, ചൈതന്യം ഗുരുകൃപയായി വിരിയുന്നു. ആ പ്രാർത്ഥന കാറ്റിൽ അലിഞ്ഞു പോകുന്ന ശബ്ദമല്ല, പ്രകാശമായി മാറുന്ന ഒരു സ്പന്ദനമാണ്. കണ്ണിൽ കാണാനാവാത്ത എന്നാൽ പ്രപഞ്ചത്തിന്റെ അദൃശ്യ തലങ്ങളിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ദിവ്യമായ ചലനമാണ്. എന്നാൽ ആ ഒരു ഹൃദയം പ്രാർത്ഥിക്കുമ്പോൾ ഒരു യുഗത്തിന്റെ ഇരുട്ട് പോലും അലിയുവാൻ തുടങ്ങുന്നു. അതാണ് പ്രാർത്ഥനയുടെ രഹസ്യം. ഒരു ശിഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയുണ്ടെങ്കിൽ 1000, 10,000 ലക്ഷക്കണക്കിന് ശിഷ്യരുടെ ഹൃദയങ്ങൾ ഒരേ ഗുരുവിനെ ധ്യാനിച്ച് ഒരേ ലക്ഷ്യത്തിനായി ഒരേ സമർപ്പണത്തോടെ ഒരേ സ്നേഹത്തോടെ ഒരേ കണ്ണീരോടെ ഒരേ മന്ത്രാക്ഷരത്തോടെ ഉയരുമ്പോൾ അതൊരു പ്രാർത്ഥനയല്ല, പ്രപഞ്ചത്തിന്റെ ഹൃദയമിടിപ്പായി മാറുന്ന മഹായജ്ഞമാണ്. ഗുരുവിന്റെ ജന്മശതാബ്ദി മഹാമഹോത്സവം ഒരാളുടെ കഴിവ് കൊണ്ട് പൂർത്തിയാകുന്ന മഹോത്സവമല്ല, ഒരു സ്ഥാപനത്തിന്റെ ശക്തി കൊണ്ട് വിജയിക്കുന്നതുമല്ല. ഓരോ ശിഷ്യന്റെയും പ്രാർത്ഥനയും ഓരോ കുടുംബത്തിന്റെയും ഭക്തിയും ഓരോ ഹൃദയത്തിന്റെയും സമർപ്പണവും ഓരോ കൈയുടെയും സേവനവും ഒന്നായി ഒഴുകിച്ചേരുന്ന ആത്മീയ ഗംഗയാണ് ജന്മശതാബ്ദി മഹാമഹോത്സവം. അതുകൊണ്ട് ഒരു കൂട്ടായ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ഒരു ചടങ്ങിന് വേണ്ടി മാത്രമല്ല, ഒരു സമ്മേളനത്തിൽ ഇരിക്കുന്നതല്ല, ഗുരുവിന്റെ ദിവ്യ സങ്കല്പത്തിലേക്ക് സ്വന്തം ആത്മാവിനെ അർപ്പിക്കുന്ന പുണ്യയജ്ഞമാണ്. ഓരോ വീട്ടിലും ഒരു ദീപം തെളിയട്ടെ, പക്ഷേ അതിനു മുമ്പ് ഒരു ഹൃദയം തെളിയട്ടെ. ഓരോ അധരത്തിലും ഒരു മന്ത്രം ഉയരട്ടെ, അതിനു മുമ്പ് ഒരു ആത്മാവ് ഉണരട്ടെ. ഓരോ കൈയും സേവനത്തിനായി നീളട്ടെ, അതിനു മുമ്പ് ഗുരുവിന്റെ കരുണ അതിൽ വിരിയട്ടെ. കാരണം പ്രാർത്ഥന വിധിയെ മാറ്റാനുള്ള ശ്രമമല്ല, സ്വയം ഗുരുവിന്റെ ഇച്ഛയ്ക്ക് സമർപ്പിക്കുന്ന പരിപൂർണമായ വിശ്വാസമാണ്. പ്രാർത്ഥന ചോദിച്ചു വാങ്ങുന്ന വഴിയല്ല, ഗുരുകൃപ സ്വീകരിക്കുവാൻ ഹൃദയം തുറക്കുന്ന വഴിയാണ്. പ്രാർത്ഥന ദൈവത്തെ വിളിക്കുന്നതല്ല, ദൈവം എന്നും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ജാഗ്രതയാണ്. വരൂ, ഈ ജന്മശതാബ്ദിയുടെ ഏറ്റവും വലിയ ഒരുക്കം നമുക്കെല്ലാവർക്കും കൂടി ആരംഭിക്കാം. അത് പന്തലുകളിലല്ല, പ്രാർത്ഥനയിൽ, അലങ്കാരങ്ങളിലല്ല, അനുരാഗത്തിന്റെ ശബ്ദങ്ങളിലല്ല, ശാന്തിയിൽ, ആഘോഷങ്ങളിലല്ല. കാരണം പ്രാർത്ഥനയാണ് ഗുരുവിലേക്കുള്ള ഏറ്റവും വലിയ വഴിയും ചെറിയ വഴിയും, അതേസമയം അനന്തതയിലേക്കുള്ള ഏറ്റവും വലിയ പാലവും. ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന, ഒരു നിർമ്മലമായ കണ്ണുനീർത്തുള്ളി, ഒരു നിസ്വാർത്ഥമായ സേവനം, ഇവ മൂന്നും കൂടി ചേരുന്നിടത്താണ് ഗുരുകൃപ പ്രകാശരശ്മിയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ശതാബ്ദി നമ്മൾ ആഘോഷിക്കുന്നതല്ല, ഗുരു നമ്മുടെ ഹൃദയങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ്. പ്രാർത്ഥനയുടെ മഹാസമുദ്രം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ ഒരുമിക്കുമ്പോൾ അവ വെറും ശബ്ദങ്ങളായി ആകാശത്ത് അലിഞ്ഞു പോകുന്നില്ല, പ്രകാശമായി മാറുന്നു. അവ വെറും വികാരങ്ങളായി ഹൃദയങ്ങളിൽ ഒതുങ്ങുന്നില്ല, യുഗങ്ങളെ സ്പർശിക്കുന്ന ആത്മീയ തരംഗങ്ങളായി പ്രപഞ്ചത്തിലേക്ക് വ്യാപരിക്കുന്നു. ഒരു മഞ്ഞുതുള്ളി കൊണ്ട് നദിയാകുന്നില്ല, ഒരു മഴത്തുള്ളി കൊണ്ട് സമുദ്രമാകുന്നില്ല. എന്നാൽ അനന്തമായ ജലത്തുള്ളികൾ കൈകോർക്കുമ്പോഴാണ് മഹാസമുദ്രം ജനിക്കുന്നത്. അതുപോലെ ഒരു ഹൃദയത്തിന്റെ പ്രാർത്ഥന വിശുദ്ധമാണ്. എന്നാൽ ലക്ഷക്കണക്കിന് ആത്മബന്ധുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരേ ഗുരുവിനെ ലക്ഷ്യമാക്കി ഉയരുന്ന പ്രാർത്ഥനകൾ ഭൂമിയുടെ ആത്മാവിനെ പോലും സ്പർശിക്കുന്ന മഹാശക്തിയായി മാറുന്നു. അപ്പോൾ കാറ്റ് വെറും കാറ്റായിരിക്കില്ല, അതിൽ ഗുരുനാമത്തിന്റെ സ്പന്ദനം നിറയും. ദീപം വെറും ദീപമായിരിക്കുകയില്ല, അതിൽ ഗുരുകൃപയുടെ പ്രകാശം ജ്വലിക്കും. കണ്ണുനീർ വെറും കണ്ണുനീരായിരിക്കുകയില്ല, അത് ഗുരുഭക്തിയുടെ ഗംഗയായി ഒഴുകും.
നമ്മുടെ പ്രാർത്ഥന ഓരോ ജലത്തുള്ളികളായി മാത്രം നമുക്ക് കാണാതിരിക്കാം. അവയെല്ലാം ഒരുമിച്ച് ചേർന്ന് ലോകത്തെ ശുദ്ധീകരിക്കുന്ന കരുണയുടെ മഹാസമുദ്രമാകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ഓരോന്നും ഒരു ദീപമല്ലാതെ പ്രകാശ സൂര്യോദയത്തിന്റെ ആദ്യ കിരണങ്ങളാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഓരോന്നും ഒരു വീടല്ല, ഗുരുസ്മരണയുടെ തീർത്ഥക്ഷേത്രങ്ങളാകട്ടെ. നമ്മുടെ ജീവിതം ഒരു യാത്രയല്ല, ഗുരുവിന്റെ ദൗത്യത്തിൽ ജീവിക്കുന്ന പ്രാർത്ഥനയാകട്ടെ. അപ്പോൾ ജന്മശതാബ്ദി ഒരാഘോഷമായി മാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയില്ല, മനുഷ്യ ഹൃദയങ്ങളുടെ ഉണർവായി, സ്നേഹത്തിന്റെ പുനർജന്മമായി, പ്രാർത്ഥനയുടെ മഹായജ്ഞമായി, ആത്മീയ നവോത്ഥാനത്തിന്റെ സൂര്യോദയമായി, കാലത്തിന്റെ സുവർണ ലിപികളിൽ ശാശ്വതമായി ആലേഖനം ചെയ്യപ്പെടും. ഒരിക്കൽ വരും തലമുറകൾ ഈ കാലത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവർ ഇങ്ങനെ പറയും, ഇവിടെ ഒരു ശതാബ്ദി ആഘോഷിച്ചില്ല. അവർ ഹൃദയങ്ങളെ ഒരേ പ്രാർത്ഥനയാക്കി, അവർ ദീപങ്ങൾ തെളിച്ചില്ല, മനുഷ്യാത്മാക്കളെ പ്രകാശമാക്കി, മഹോത്സവം നടത്തിയില്ല, ലോകത്തിന്റെ ആത്മാവിൽ ഗുരുവിന്റെ സ്നേഹത്തെ വീണ്ടും ഉണർത്തി. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം, അതാണ് നമ്മുടെ പ്രാർത്ഥന, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഗുരുദക്ഷിണ, അതാണ് ജന്മശതാബ്ദി മഹോത്സവത്തിന്റെ ആത്മാവ്. ശതാബ്ദി ആഘോഷമല്ല, അതൊരാത്മാവിന്റെ ഉണർവാണ്. ഈ ശതാബ്ദി ആഡംബരത്തിന്റെ പേരിൽ ഓർമ്മിക്കപ്പെടേണ്ടതല്ല, ആത്മീയതയുടെ പേരിൽ അത് കാലത്തിന്റെ ഹൃദയത്തിൽ എഴുതപ്പെടും. എത്ര വേദികൾ ഉയർന്നു എന്നതല്ല ചരിത്രം ചോദിക്കുന്നത്, എത്ര വിളക്കുകൾ തെളിഞ്ഞു എന്നതല്ല, എത്ര ജനക്കൂട്ടം പങ്കെടുത്തു എന്നതല്ല, ഒരു മഹാഗുരുവിന്റെ സാന്നിധ്യത്തിൽ എത്ര ഹൃദയങ്ങൾ ഉണർന്നു എന്നായിരിക്കും ചരിത്രം എപ്പോഴും അന്വേഷിക്കുക. ആകാശം സൂര്യനെ മഹത്വപ്പെടുത്തുന്നത് അതിന്റെ വലിപ്പം കൊണ്ടല്ല, അതിന്റെ പ്രകാശം കൊണ്ടാണ്. പൂവിനെ ലോകം ഓർക്കുന്നത് അതിന്റെ നിറം കൊണ്ടല്ല, അതിന്റെ സുഗന്ധം കൊണ്ടാണ്. അതുപോലെ ഒരു ജന്മശതാബ്ദിയെ കാലം ഓർമ്മിപ്പിക്കുന്നത് അതിന്റെ പുറം പ്രൗഢി കൊണ്ടല്ല, അതിൽ നിന്ന് ലോകത്തിലേക്ക് ഒഴുകിയ ആത്മീയ സുഗന്ധം കൊണ്ടാണ്. ഈ ശതാബ്ദിയുടെ ഏറ്റവും വലിയ അലങ്കാരം വിനയമാണ്. ഏറ്റവും വലിയ സംഗീതം വാദ്യമേളങ്ങളല്ല, ആയിരക്കണക്കിന് ഹൃദയങ്ങൾ ഒരേ സമയം ഉയരുന്ന ഗുരുനാമമാണ്. അതാണ് ഏറ്റവും വലിയ ദീപാലങ്കാരം. അത് എണ്ണവിളക്കുകളല്ല, അഹങ്കാരം ഉരുകി ഭക്തിയായി ജ്വലിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയങ്ങളാണ്. ചരിത്രം ഒരു നാൾ ഈ ശതാബ്ദിയെ കുറിച്ച് എഴുതുമ്പോൾ വീണ്ടും ഇങ്ങനെ എഴുതുവാൻ സാധിക്കണം. ഒരു മഹാഗുരുവിന്റെ ശതാബ്ദിയെ അവർ ആഘോഷിച്ചില്ല. അവർ സ്വന്തം ജീവിതങ്ങളെ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. അവർ നഗരങ്ങളെ അലങ്കരിച്ചില്ല, അവർ മനുഷ്യ ഹൃദയങ്ങളെ വിശുദ്ധമാക്കി. അവർ ലോകത്തെ വിളിച്ചില്ല, ലോകത്തിന്റെ ആത്മാവിനെ ഉണർത്തി. അവർ ഒരു മഹോത്സവം നടത്തിയില്ല, ആത്മീയ യുഗത്തിന് ജന്മം നൽകി. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം, അതാണെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പൈതൃകം, അതാണ് ഗുരുവിന് നാം നൽകാവുന്ന ഏറ്റവും മഹത്തായ ഗുരുദക്ഷിണ. കാരണം ഗുരുവിന് നമ്മുടെ സമ്പത്ത് ആവശ്യമില്ല, നമ്മുടെ സമർപ്പണമാണ് വേണ്ടത്. അത് ഓരോ സന്ധിയും നമ്മുടെ ഗുരുസ്മരണയുടെ, ഓരോ പ്രവൃത്തിയും ഗുരുസേവയുടെ, ഓരോ വാക്കും ഗുരുപൂജയുടെ അനുഗ്രഹമാകട്ടെ. ഓരോ ഹൃദയമിടിപ്പും ഗുരുവേ എന്ന നിശബ്ദ മന്ത്രത്തിന്റെ പ്രതിധ്വനിയാകട്ടെ. 2030 കടന്നു പോകുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു യുഗത്തിന്റെ ഉദയം സൃഷ്ടിക്കുവാൻ സാധിക്കണം. മനുഷ്യന്റെ ഉള്ളിൽ ഒരിക്കലും അണയാത്ത ആത്മജ്യോതിയായി അത് തുടരാൻ സാധിക്കണം. ഒരു ദീപം കെടുത്തിയാലും അത് തെളിച്ച പ്രകാശം യാത്ര തുടരും. ഒരു പൂവ് കൊഴിഞ്ഞാലും അത് പരത്തിയ സുഗന്ധം കാറ്റിൽ ജീവിക്കും. ഒരു മഹാഗുരുവിന്റെ ശരീരം കാലത്തെ അതിജീവിച്ചാലും ഗുരുതത്വം ശിഷ്യഹൃദയങ്ങളിൽ നിത്യ വസന്തമായി വിരിയും. അതാണ് ഈ ശതാബ്ദിയുടെ ലക്ഷ്യം. ഒരു നൂറ്റാണ്ട് അത് ആഘോഷിക്കുകയല്ല, നൂറുകണക്കിന് നൂറ്റാണ്ടുകൾക്ക് പ്രകാശമാകുന്ന ആത്മീയ അഗ്നി മനുഷ്യഹൃദയങ്ങളിൽ തെളിയിക്കുകയാണ്. അപ്പോൾ കാലം തന്റെ ഗ്രന്ഥമടയ്ക്കുമ്പോൾ ചരിത്രം നിശബ്ദമായി ഇങ്ങനെ എഴുതും, ഇവിടെ ഒരു തലമുറ ജീവിച്ചിരുന്നു, അവർ ഗുരുവിനെ ആരാധിച്ചില്ല, ഗുരുവായി ജീവിക്കാൻ ശ്രമിച്ചില്ല, അവർ ശതാബ്ദി ആഘോഷിച്ചില്ല, മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തെ ഉണർത്തുകയായിരുന്നു. അതുകൊണ്ട് അവരുടെ ശതാബ്ദി ഒരിക്കലും അവസാനിച്ചില്ല, അത് യുഗങ്ങളിലൂടെ പ്രകാശിക്കുന്ന നിത്യ ദീപമായി മാറി. ഇത്തരം മഹായജ്ഞങ്ങളിൽ പങ്കാളിയാകുവാൻ കഴിയുന്നത് ഒരു യാദൃച്ഛിക സംഭവമല്ല, അത് നമ്മുടെയൊക്കെ മുൻ ജന്മങ്ങളിലെ പുണ്യസഞ്ചയത്തിന്റെയും ഗുരുകൃപയുടെ അദൃശ്യ വിളിയുമാണ്. ദൈവാനുഗ്രഹത്തിന്റെ നിശബ്ദ സ്പർശത്തിന്റെ ബലമാണ്. എല്ലാവർക്കും നമ്മുടെ എല്ലാമായ ഗുരുവിന്റെ ജന്മശതാബ്ദിയിൽ ജീവിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. വിളിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ആ ഭാഗ്യം ലഭിക്കുന്നത്. ആ വിളിയിൽ നമ്മളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ ശതാബ്ദിയിലേക്കുള്ള ഓരോ ദിവസവും ഇനി മുതൽ ഓരോ പ്രഭാതവും
ഗുരുവിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന വിനയമായി ഉദിക്കേണ്ടതുണ്ട്. ഓരോ സന്ധ്യയും കൃതജ്ഞതയുടെ പ്രാർത്ഥനയായി അസ്തമിക്കേണ്ടതുണ്ട്. ഓരോ പ്രാർത്ഥനയും ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്ന ഒരു പുഷ്പമായി മാറേണ്ടതുണ്ട്. ഓരോ സേവനവും ഗുരു ദക്ഷിണയായി മാറേണ്ടതുണ്ട്. ഓരോ ശ്വാസവും ഗുരുവേ എന്ന നിശബ്ദമായ മന്ത്രമായി ലയിക്കേണ്ടതുണ്ട്. നമ്മുടെ ദൗത്യം ഒരിക്കലും അവസാനിക്കുവാൻ പാടില്ല. നമ്മുടെ ഈ മഹോത്സവത്തിൽ എപ്പോഴും ഗുരുവിന്റെ യഥാർത്ഥ ദൗത്യം നമ്മളിൽ ഉണരേണ്ടിയിരിക്കുന്നു. ശതാബ്ദി ഒരു കലണ്ടറിലെ അധ്യായമായി അവസാനിക്കരുത്. മനുഷ്യ ഹൃദയങ്ങളിൽ ഒരിക്കലും അണയാത്ത ആത്മജ്യോതിയായി മാറേണ്ടതുണ്ട്. ലോകം ഈ ശതാബ്ദിയെ ഓർക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഘോഷത്തിന്റെ പ്രൗഢി കൊണ്ടല്ല, ഒരു തലമുറയുടെ കൂട്ടായ ഗുരുഭക്തിയും നിസ്വാർത്ഥമായ സമർപ്പണവും ലോക സൗഹൃദത്തിനായി ഉയരുന്ന പ്രാർത്ഥനകളും മനുഷ്യന്റെ ഉള്ളിൽ വീണ്ടും ഉണരുന്ന ധർമ്മ ചൈതന്യത്താലും ആയിരിക്കണം. അപ്പോൾ ചരിത്രം വീണ്ടും വീണ്ടും ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. ഒരു മഹാഗുരുവിന്റെ ഹൃദയമിടിപ്പ് സ്വന്തം ഹൃദയങ്ങളിലെത്തിയ തലമുറ, ഒരു മഹാഗുരുവിന്റെ മഹോത്സവം നടത്താതെ ഗുരുവിനെ ആത്മാവിൽ ഭൂമിയിൽ പുതിയ പ്രഭാതം വിരിയിച്ച ഒരു തലമുറ. ഇന്ന് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ അഹങ്കാരം നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ കഴിവ് നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ സമയം നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. ഗുരുവിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ജീവിതം ഗുരുവിന്റെ സന്ദേശമാക്കുന്നതാണ്. ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും, എല്ലാ ആശ്രമങ്ങളിലും, നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഈ കാര്യം അതിൻ്റെതായിട്ടുള്ള ഏറ്റവും വലിയ ഗൗരവത്തിൽ നമ്മൾ എല്ലാവരും എടുക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ശതാബ്ദിയുടെ എല്ലാ ധന്യതകളും, എല്ലാ പുണ്യങ്ങളും, എല്ലാ ഗുരുസങ്കല്പങ്ങളും നമ്മളിൽ കാരുണ്യമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സദ്ഗുരുവേ ശരണം.